ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടായ ATPയും NADPHും എവിടെയാണ് യൂസ് ചെയ്യപ്പെടുന്നത്? See here, light reaction where ATP and NADPH chemical energy, it is produced from the physical energy, that is sunlight, and that ATP and NADPH, it is used in the biosynthetic pathway. എന്താ ഈ biosynthetic pathway എന്ന് പറഞ്ഞാൽ synthesis of carbohydrate in the chloroplast. Chloroplastന്റെ ഉള്ളില് നമുക്ക് ഗ്ലൂക്കോസിന്റെ സിന്തസിസ് കാണാൻ പറ്റും in the case of plants. ആ ഗ്ലൂക്കോസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് it will be synthesized by using the raw material, that is inorganic raw material, carbon dioxide and water. കാർബൺ ഡയോക്സൈഡും വാട്ടറും യൂസ് ചെയ്ത്, അതായത് ഇനോർഗാനിക് മെറ്റീരിയൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്, that is an organic material, will be produced. നമ്മൾ പഠിച്ചിട്ടുണ്ട് the equation of the formation of this carbohydrate or biosynthetic pathway, that is 6CO2 plus 12H2O. It gives C6H12O6 plus 12H2O plus 6O2, right? ഇതാണ് നമ്മുടെ ബയോസിന്തറ്റിക് പാത്വേയുടെ ഇക്വേഷൻ. സോ ഈ ബയോസിന്തറ്റിക് പാത്വേ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ATP വേണം, NADPH വേണം. ATP and NADPH is required for the synthesis of the food. ഇനി ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് ശരിക്കും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്? The light reaction, it produce ATP, NADPH, both will be produced in the stroma region. Stroma region-ലാണ് ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തൈലക്കോയിഡിന്റെ ല്യൂമന്റെ ഉള്ളിൽ ആ PS2ന് അസോസിയേറ്റ് ആയിട്ട് ഒരു ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട് അല്ലെ? അവിടെ ഉണ്ടാകുന്ന ATP ലൂമനിന്ന് പതുക്കെ ഡിഫ്യൂസ് ചെയ്തിട്ട് സ്ട്രോമ സൈഡിലേക്ക് എൻ്റർ ചെയ്യും. പിന്നെ ബാക്കി ATP ഒക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? അതിന്റെ CF1 കോംപ്ലക്സ്. CF1 ഏത് സൈഡിലേക്കായിരിക്കുന്നത്? തൈലക്കോയിഡിന്റെ പുറത്തേക്കാണ് ഇരിക്കുന്നത്, സ്ട്രോമയ്ക്ക് നേരെയാണ് ഇരിക്കുന്നത്. അപ്പം ആ സ്ട്രോമയിലേക്ക് പ്രോട്ടോൺസ് ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന എനർജി വെച്ച് ATP സിന്തൈസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ATP ഉണ്ടാകുന്ന സ്ട്രോമ സൈഡിലേക്കായിരിക്കും. പിന്നെ NADPH we know that is already present in the stroma region. അപ്പൊ NADPHും ATPയും നമുക്ക് സ്ട്രോമയിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ the lumen of thylakoid, it will produce oxygen അല്ലെ? Oxygen evolving complex or water splitting complex that will evolve oxygen. That oxygen it will be diffused out. അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന ഓക്സിജൻ ഡിഫ്യൂസ് ഔട്ട് ആയി പോവും. അതേപോലെ ATPയും NADPHും അതിന്റെ സ്ട്രോമയിൽ കാണും. ഇനി സ്ട്രോമയിലാണ് എന്ത് നടക്കുക? ബയോസിന്തറ്റിക് പാത്വേ നടക്കുക. ബയോസിന്തറ്റിക് പാത്വേയിൽ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ്. These two are the raw material which are inorganic material and it will be converted into organic compound, that is nothing but the glucose molecule, and it will form water and oxygen here. Right? So here ഈ ഓക്സിജൻ ആണ് നമ്മൾ പറഞ്ഞത് ലൈറ്റ് റിയാക്ഷനിൽ റിലീസ് ചെയ്തു പോകുന്ന ഓക്സിജൻ കേട്ടോ. അതേപോലെ തന്നെ we can see this carbon dioxide and water when it is combining together, we can see ഇവിടെ 12H2O അല്ല കേട്ടോ, 6H2O ആണ്. I'm sorry, ഇവിടെ 6H2O and 6O2 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തെറ്റി എഴുതിയതാ, I'm sorry. അപ്പോൾ ഈ ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന എന്താണ് വാട്ടർ മോളിക്യൂൾ, ഈ വാട്ടർ മോളിക്യൂൾ ഇവിടുന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ 12H2ന്റെ പകുതി എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ആ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിലെ 4H2O when it is splitting, that will produce the one molecule of oxygen എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ അതിനകത്ത് 2H2O ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ 1 molecule of oxygen will be produced. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 12 molecule of water ബ്രേക്ക് ചെയ്യുമ്പോൾ 6 O2 മോളിക്യൂളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? അപ്പോൾ ബാക്കി എന്തായിട്ട് മാറുന്നുണ്ട്? 6H2O and 6H2O it is joining with the carbon dioxide to produce the carbohydrate molecule. Okay, so here carbon dioxide and water when it is combined together, it will become as carbohydrate. ഇനി ഞാൻ ഈ ഇക്വേഷൻ എഴുതിയേക്കുന്ന ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിന് ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ we can just write as CO2 plus H2O, it gives CH2O n times. Okay, CH2O n times. ഇത് ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്.
നമ്മൾ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. സോ ഹിയർ to do this, to undergo this reaction, ATP and NADPH is used, right? അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പുറത്തുനിന്ന് എടുക്കുന്നതാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും പുറത്തുനിന്ന് എടുക്കുന്നത്. വാട്ടർ ഇറ്റ് ക്യാൻ ഗെറ്റ് അബ്സോർബ്ഡ് ത്രൂ ദ റൂട്ട്. കാർബൺ ഡൈ ഓക്സൈഡോ? കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് gaseous. ഗ്യാസ് ഫോമിൽ വേണം കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കാൻ. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ gaseous കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനു മുമ്പ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ ഇലയിലിരിക്കുന്ന സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കുന്നത്. നമുക്കറിയാം ആ ഇലയിലൊക്കെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് വഴിയാണ് അല്ലെ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റൊമേറ്റൽ അപ്പർച്ചർ വഴി ഉള്ളിലേക്ക് എടുത്തിട്ട് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഹാസ് ടു ബി ഫിക്സ്ഡ് ഇൻ എ പർട്ടിക്കുലർ കോമ്പൗണ്ട് ഫോർ എൻറ്ററിങ് ഇൻ ടു ബയോസിന്തറ്റിക് പാത്വേ. അതിനു മുമ്പ് നമ്മൾ ഈ ബയോസിന്തറ്റിക് പാത്വേക്ക് നമ്മൾ നേരത്തെ ഒരു ടേം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡാർക്ക് റിയാക്ഷൻ. ഈ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ ശരിക്കും ബയോസിന്തറ്റിക് പാത്വേ ആണ് നടക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ലൈറ്റ് റിയാക്ഷൻ നടന്ന ATPന്റെയും NADPHന്റെയും അവൈലബിലിറ്റി ഉള്ള സമയത്ത് we could see the glucose formation, it occurs in the leaves. Then when the availability of this ATP and NADPH is stopped, കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലൈറ്റ് അവൈലബിൾ അല്ലാതെ വന്നപ്പോൾ ATPയും NADPHും കുറച്ചു നേരം കൂടെ നിൽക്കാനുണ്ടാവും. കാരണം എന്താ, അവർ കുറച്ചധികം ATP NADPH ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ കുറച്ചു നേരം കൂടെ യൂട്ടിലൈസ് ചെയ്യാം ആർക്ക്? ബയോസിന്തറ്റിക് പാത്വേക്ക്. സോ ഹിയർ വി ക്യാൻ സീ ദ ഗ്ലൂക്കോസ് സിന്തസിസ് ഇറ്റ് വിൽ ബി again seen for some more time even after the light reaction get over. ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം കൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡാർക്ക് റിയാക്ഷൻ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡാർക്കിൽ നടക്കും, പക്ഷേ ഈ സെർട്ടൺ പീരിയഡ് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. ആ ATPയും NADPHും ഉണ്ടാക്കിയത് തീരുന്നു വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ലൈറ്റിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്ത് റിയാക്ഷൻ നടക്കുന്നത്? ബയോസിന്തറ്റിക് പാത്വേ നടക്കുന്നത്. പക്ഷെ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് അവർക്ക് വേണം താനും ബയോസിന്തറ്റിക് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ബയോസിന്തറ്റിക് റിയാക്ഷൻ വി ആർ കോളിംഗ് ആസ് ഡാർക്ക് റിയാക്ഷൻ, ആസ് this reaction is not directly depending on the sunlight, but they depend on ATP and NADPH for the synthesis of food. Okay, അപ്പോൾ biosynthesis of food le ATP വേണം, NADPH വേണം, carbon dioxide വേണം, water വേണം. Water can be easily absorbed through the root and it can be absorbed in the form of water and it is used in the form of water itself. അത് gas ഒന്നുമല്ല, it is not in a gaseous form, so they can use that water for the reduction of this carbon dioxide. So this carbon dioxide to use for biosynthesis, carbon dioxide has to undergo fixation. Carbon dioxide has to undergo fixation. Carbon dioxide എങ്ങനെയാണ് atmospheric carbon dioxide leafil fix ചെയ്യുന്നത് നമുക്ക് നോക്കാം. So here we can say first step of this biosynthetic pathway, that is nothing but carbon dioxide fixation. Carbon dioxide fixation എങ്ങനെയാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ആൽഗയിൽ അയാളുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു. സോ മെൽവിൻ കാൽവിൻ ഈസ് ദ സയന്റിസ്റ്റ്. ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ആൻ എക്സ്പെരിമെന്റ് ഇൻ ആൽഗെ, ദാറ്റ് ഈസ് ക്ലോറെല്ല, ആൻഡ് he found out how this carbon dioxide is fixed in a particular plant. ഒരു പ്ലാന്റിൽ ലീഫിന്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എപ്പോഴാണ്? സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. സോ ഹിയർ മെൽവിൻ കാൽവിൻ ഈ ക്ലോറെല്ലയിൽ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ വാട്ട് ഹി ഡിഡ് യു നോ, ഹി ജസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഈ വിച്ച് ഈസ് റേഡിയോ ലേബിൾഡ് എന്ന് പറഞ്ഞാൽ 14CO2. ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിന്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ്? 12 ആണ് അല്ലേ. സോ വി ആർ ഇൻകോർപ്പറേറ്റിംഗ് എ കാർബൺ വിച്ച് ഈസ് റേഡിയോ ലേബിൾഡ് വിത്ത് 14C and he combined this with water molecule, by using this 14CO2 when he did his experiment he could understand, see this carbon is 14C. When this carbon dioxide is exposed to the leaf of a particular plant, ഏത് കോമ്പൗണ്ടിലാണോ അത് ഫിക്സ് ചെയ്യുന്നത് ആ കോമ്പൗണ്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും? റേഡിയോ ലേബിൾഡ് ആയിരിക്കും. അപ്പൊ അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് he could understand the carbon dioxide which he used for fixing in the leaf
by radioactivity or radio labeled, he could understand this 14C, it has been incorporated in a 3-carbon compound. This 14C incorporated in a 3-carbon compound. So here we can say the carbon dioxide is fixed in a 3-carbon compound. This 3-carbon compound is fixed. That's the 3-carbon compound they identified phosphoglyceric acid. Phosphoglyceric acid, allengi PGA. Okay, phosphoglyceric acid or PGA. This phosphoglyceric acid this carbon dioxide which is radio labeled has been incorporated. അപ്പോൾ അവിടെ നിന്ന് മുതൽ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഓക്കെ, അപ്പം ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൊടുത്തപ്പോൾ ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് ഒരു 3-carbon കോമ്പൗണ്ടായി ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 2-carbon കോമ്പൗണ്ടിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു 3-carbon കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ what he did, he started searching for a 2-carbon compound which is able to fix the radio labeled carbon dioxide here. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള ഒരു 2-carbon കോമ്പൗണ്ടിനെ അദ്ദേഹം സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് he could not find out which is the 2-carbon compound which can incorporate the radio labeled carbon dioxide and convert as phosphoglyceric acid. അദ്ദേഹത്തിന് എത്ര എക്സ്പെരിമെന്റ് ചെയ്തിട്ടും ആ 2-carbon കോമ്പൗണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അദ്ദേഹം ഓരോ മൈന്യൂട്ട് സ്റ്റെപ്പും കാർബൺ ഡൈ ഓക്സൈഡിനെ ഇലയിലേക്ക് എക്സ്പോസ് ചെയ്തതിന് ശേഷമുള്ള ഓരോ മൈന്യൂട്ട് സ്റ്റെപ്പും അയാൾ എടുത്തു നോക്കിയപ്പോൾ he could understand there is an unstable compound which is formed after the incorporation of radio labeled carbon dioxide into the chloroplast of leaf. ആ ലീഫിന്റെ ക്ലോറോപ്ലാസ്റ്റിലേക്ക് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പോസ് ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അൺസ്റ്റേബിൾ 6-carbon കോമ്പൗണ്ടിനെ അദ്ദേഹം നോട്ട് ചെയ്തു. എന്താണ് ആ 6-carbon കോമ്പൗണ്ട് എന്ന് ചോദിച്ചാൽ, the 6-carbon compound it is nothing but 2-carboxy 3-keto 2-carboxy 3-keto 1,5-biphosphorybatol 1,5-biphosphorybatol. ഇതാണ് ഒരു 6-carbon കോമ്പൗണ്ടിനെ അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇതൊരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്, ഇത് ഹൈലി അൺസ്റ്റേബിൾ കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ നിൽക്കില്ല. എന്ത് പറ്റുന്ന ചോദിച്ചാല് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദിസ് വൺ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി സ്പ്ലിറ്റഡ് ഇൻ ടു 2-3-carbon കോമ്പൗണ്ട്. ആ 2-3-carbon കോമ്പൗണ്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ 2 molecules of phosphoglyceric acid എന്ന് കണ്ടത്. 2 molecules of phosphoglyceric acid is formed from the 6-carbon compound 2-carboxy 3-keto 1,5-biphosphorybatol. ഈ 6-carbon കോമ്പൗണ്ടിൽ നിന്ന് 2 3-carbon കോമ്പൗണ്ട് പെട്ടെന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് അത്രയും കൺഫ്യൂഷൻ വന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചാലും വിചാരിക്കും എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു 3-carbon കോമ്പൗണ്ടിൽ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഈ 6-carbon കോമ്പൗണ്ട് ഇവിടെ വന്നത്, അതെങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചത്? ശരിയാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അവർ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് 6-carbon കോമ്പൗണ്ട് അതിന്റെ ഇടയിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ആ 6-carbon കോമ്പൗണ്ട് വളരെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് that is immediately converted into 2-3-carbon compound 3-phosphoglyceric acid എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. സോ phosphoglyceric acidനകത്താണ് എന്തുള്ളത്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. 2 phosphoglyceric acidലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവോ? ഇല്ല. ഒരു phosphoglyceric acidൽ മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് this 6-carbon compound it is produced by combining 1 carbon dioxide with a keto sugar, that is 1,3-bisphosphoribulose biphosphate. 1,3-bisphospho that is RUBP, ribulose bisphosphate. RUBP it combines with the carbon dioxide. RUBP is nothing but ribulose bisphosphate. Ribulose bisphosphate എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു റിബുലോസ് കീറ്റോ ഷുഗർ ആണ് ഇത് കേട്ടോ. സോ റിബുലോസ് bisphosphate it combined with a carbon dioxide molecule and it form a 6-carbon compound, that is 2-carboxy 3-keto 1,5-biphosphorybatol. അപ്പോൾ അവര് ഈ 5-carbon compound ഏതാന്ന് കണ്ടുപിടിച്ചു. RUBP, that is ribulose bisphosphate.
ഫോസ്ഫേറ്റിനെ ആട്ടോ ഞാൻ പി എന്ന് എഴുതിയിട്ട് വട്ടോട്ട് വെച്ചേക്കുന്നത്. സോ ഹിയർ ribulose bisphosphate is the 5 carbon compound where the carbon dioxide is attached and it is converted into an unstable compound, that is 2-carboxy 3-keto 1,5 biphosphoribitol, and immediately this unstable compound it is splitted into 2 3-carbon compound as the phosphoglyceric acid. അതിനകത്ത് ഒരു phosphoglyceric acidൽ നമ്മൾ കൊടുത്ത carbon dioxide ഉണ്ടായിരുന്നു. Now if we see this ribulose bisphosphate and carbon dioxide, how it is combining together, the chloroplast stroma, it consists of certain enzyme called as rubisco. നമ്മുടെ chloroplastന്റെ stroma regionൽ ഇരിക്കുന്ന ഒരു enzyme ആണ് rubisco. So RUBP it combines with the carbon dioxide in the presence of rubisco. Rubisco is nothing but ribulose bisphosphate carboxylase oxygenase enzyme. It has carboxylation capacity. It can take carbon dioxide and it can transfer that carbon dioxide to RUBP and it will be converted into this 6-carbon compound, and again this will be converted into 2 molecules of 3-phosphoglyceric acid or phosphoglyceric acid. ഇവിടെ 3-phosphoglyceric acid നമ്മൾ പറയാനുള്ള കാരണം മൂന്നാമത്തെ പൊസിഷനിലാണ് ഇവിടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഹിയർ RUBP in the presence of carbon dioxide, it combined together with the help of rubisco. Rubisco is nothing but ribulose bisphosphate carboxylase oxygenase activity. Okay. Now, ribulose bisphosphate carboxylase activity, it will help in carboxylation reaction. Carboxylation is nothing but joining RUBP with the carbon dioxide, and oxygenase, this is nothing but oxygen, it has oxygenase activity. It will help in combining RUBP with oxygen. namukadu venam. So here oxygenation reaction it occurs. So here we can say in some plants this rubisco, when it is taking part in fixing carbon dioxide into a 5-carbon compound, there is 2 ways this will undergo reaction. One is carboxylation reaction because of carboxylase activity. Another reaction oxygenation reaction because of oxygenase activity. അപ്പോൾ carboxylation reaction നടന്നാലാണ് എന്ത് ഫോം ചെയ്യുള്ളൂ? phosphoglyceric acid അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുള്ളൂ. ഓക്സിജനേഷൻ റിയാക്ഷൻ നടന്നാൽ എന്ത് നടക്കും? ഈ പറയുന്ന phosphoglyceric acid ഫോം ചെയ്യില്ല. That lead to respiration process. Oxygenation reaction biosynthetic pathway ക്ക് ഒരു ഉപകാരവും ചെയ്യില്ല. It will lead to photorespiration. ഇതെന്തിനു കാരണമാവും? photorespiration കാരണമാവും. നമുക്ക് ഇതേ പറ്റിയിട്ട് പിന്നീട് പഠിക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു 3-carbon കോമ്പൗണ്ട് ഫോസ്ഫോഗ്ലിസറിക് ആസിഡിലാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് C3 cycle. C3 cycle it was introduced by the scientist Melvin Calvin, and ഫോസ്ഫോഗ്ലിസറിക് ആസിഡിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഏത് പ്ലാന്റിലാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ബയോസിന്തറ്റിക് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. സോ ഹിയർ വി ക്യാൻ സേ ദ ബയോസിന്തറ്റിക് പാത്വേ ഓർ ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇറ്റ് ഒക്കേഴ്സ് ഓൾവേസ് ബൈ C3 cycle ഓർ കാൽവിൻ സൈക്കിൾ. ഇതെപ്പോഴും നടക്കുന്ന എന്ത് വഴിയാണ്? C3 cycle അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ വഴിയാണ്. അതെന്തുകൊണ്ടാണ് C3 cycle എന്ന് പറയാനുള്ള കാരണം അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്ന ഒരു 3-carbon കോമ്പൗണ്ടിലായതുകൊണ്ടാണ് നമ്മൾ C3 cycle എന്ന് പറയാനുള്ള കാരണം. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് മെൽവിൻ കാൽവിൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ കാൽവിൻ സൈക്കിൾ എന്നും പറയും. എപ്പോഴും ബയോസിന്തറ്റിക് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു കാർബൺ ഫിക്സ്ഡ് കോമ്പൗണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ്ഡ് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയതുകൊണ്ട് നമ്മൾ ബയോസിന്തറ്റിക് പാത്വേനെ എന്താണ് പറയാ? C3 cycle അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ എന്നാണ് പറയാ.
ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മൾ ഡാർക്ക് റിയാക്ഷനിലെ ATPയും NADPHും വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം. അതിനുവേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ കണ്ട ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളാണ് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. ഈ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈമിന്റെ പ്രസൻസിലാണ്. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് എൻസൈമിന്റെ പ്രസൻസിൽ അത് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുകയും അത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ഓക്സിജനേസ് ആക്ടിവിറ്റിയാണ് നടക്കുന്നതെങ്കിൽ അത് ഓക്സിജൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അവിടെ ഫോട്ടോ റെസ്പിറേഷൻ ആയിരിക്കും നടക്കുന്നത്. അവിടെ അത് എനർജി ലോസ് ആണ്. അതുപോലെ തന്നെ അവിടെ ബയോസിന്തറ്റിക് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യില്ല. ബയോസിന്തറ്റിക് പാത്വേയിലേക്ക് എപ്പോഴും എൻ്റർ ചെയ്യണമെങ്കിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് വഴിയാണ് അത് എൻ്റർ ചെയ്യുള്ളൂ. സോ ഹിയർ വി ക്യാൻ സേ ദ ഫസ്റ്റ് compound which is fixed in the plants, that is phosphoglyceric acid, that is through the C3 cycle, and C3 cycle kude enter ചെയ്യുന്ന phosphoglyceric acid മാത്രമാണ് എങ്ങോട്ട് പോവുള്ളൂ, it will enter into biosynthetic pathway. അതുകൊണ്ട് തന്നെ നമ്മൾ ബയോസിന്തറ്റിക് പാത്വേനെ C3 cycle അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് ഞാനിവിടെ സെപ്പറേറ്റ് പറയാനുള്ള കാരണം ചില പ്ലാന്റ്സ് ഒരുപാട് ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ് അല്ലെങ്കിൽ ഒരുപാട് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കുന്ന പ്ലാന്റ്സിന്റെ കേസിൽ ഈ ബയോസിന്തറ്റിക് പാത്വേയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ടിലാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 4 കാർബൺ കോമ്പൗണ്ടിലാണ് എന്ത് ഫിക്സ് ചെയ്യുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത്. ആ 4 കാർബൺ കോമ്പൗണ്ട് ഏതാന്ന് വെച്ചാൽ ദ 4 കാർബൺ കോമ്പൗണ്ട് ഇറ്റ് ഈസ് സീൻ ഇൻ സർട്ടൻ പ്ലാന്റ്സ് ദാറ്റ് വാസ് ഫിക്സിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് വാസ് ഫിക്സ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് വാസ് ഓക്സാലോഅസെറ്റിക് ആസിഡ്. ഓക്സാലോഅസെറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ടിലാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഓക്സാലോഅസെറ്റിക് ആസിഡ് എന്ന് പറയുന്ന 4 കാർബൺ കോമ്പൗണ്ട് ഉണ്ടായിട്ടുള്ളത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ്. When it is combining with a carbon dioxide, it is becoming, this phosphoenol pyruvic acid is a 3 carbon compound. When it is combining with a carbon dioxide, they are converting into oxaloacetic acid, which is a 4 carbon compound. Okay, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ആണ് RUBPക്ക് പകരം ഇതിനകത്ത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡും കൂടി കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നത് ഏത് എൻസൈമിന്റെ പ്രസൻസിലാണെന്നറിയോ, PEP കേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിലാണ്. PEP കേസ് എന്ന് പറയുന്ന ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം. ഇവിടെ നോക്കിക്കേ, കാർബോക്സിലേഷൻ റിയാക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്സിജനൈസ് ആക്ടിവിറ്റി ഉണ്ടോ? അതുകൊണ്ട് തന്നെ എന്തിനു നമ്മൾ പേടിക്കേണ്ട, റെസ്പിറേഷൻ, ഫോട്ടോ റെസ്പിറേഷനെ പറ്റിയിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഹിയർ ഓൺലി കാർബോക്സിലേഷൻ റിയാക്ഷൻ ഇറ്റ് വിൽ occur, and we can see the phosphoenol pyruvic acid, it will combine only with carbon dioxide and it will be converted to oxaloacetic acid. As it is a 4 carbon compound, we will say the fixation of the carbon dioxide in a 4 carbon compound with the help of phosphoenol pyruvic acid and phosphoenol pyruvate carboxylase enzyme is called a C4 cycle. Appo C4 cycle nadakkunna evideyanariyo, C4 cycle it will be occurring in the plants where too much scarcity of water will be there. ഒരുപാട് വാട്ടറിന്റെ സ്കാർസിറ്റി ഉള്ള സ്ഥലത്താണ് എന്ത് നടക്കുക, C4 cycle നടക്കുക. എന്ന് പറഞ്ഞാൽ C4 പ്ലാന്റ്സിന്റെ ഒരുപാട് വാട്ടർ സ്കാർസിറ്റി ഉള്ള റീജിയനിൽ വളരുന്ന പ്ലാന്റ്സിന്റെ ഉള്ളിൽ C4 പാത്വേ ആയിരിക്കും നടക്കുക, അല്ലെങ്കിൽ C4 സൈക്കിൾ ആയിരിക്കും നടക്കുക. ആ തരത്തിലുള്ള പ്ലാന്റ്സിന് നമ്മൾ എന്ത് പറയും, C4 പ്ലാന്റ്സ് എന്ന് പറയും. C4 പ്ലാന്റ്സിന്റെ ലീഫിന്റെ അനാട്ടമി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഷോ ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമുക്ക് we can see the cells of these plants, it is arranged in 2 layers in between the 2 epidermal layer. നമുക്കറിയാം എപ്പിഡെർമൽ ലെയർ മേലെയും താഴെയുള്ളതിന്റെ നടുക്ക് എന്തുണ്ട്, മീസോഫിൽ സെൽസ് ഉണ്ട് അല്ലെ. ആ മീസോഫിൽ സെൽസിനെ പറ്റി മാത്രമേ നമ്മൾ എന്തിൽ പറയുന്നുള്ളൂ, ഒരു ലീഫിന്റെ അനാട്ടമി പഠിക്കുമ്പോൾ പറയുന്നുള്ളൂ. പക്ഷെ C4 പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ നോക്കിയാൽ the crans anatomy it show 2 layers of cells. If one is the mesophyll cell, and below this it will be having a bundle sheath cell. ഈ മീസോഫിൽ സെല്ലിന്റെ ഉള്ളിലിരിക്കുന്ന substrate ആണ് PEP, and PEP case is the enzyme which is present in the mesophyll cells. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ PEP കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്ന
ഓക്സാലോഅസെറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഈ ഓക്സാലോഅസെറ്റിക് ആസിഡ് ഇങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് കൊടുക്കും. കാർബൺ ഡൈ ഓക്സൈഡിന് കൊടുത്തിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ RuBP റിസീവ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മള് ഈ RuBPയും റുബിസ്കോം ഈ സെല്ലിനകത്തായിരിക്കുന്നെങ്കിൽ ഈ സെല്ല് സൂര്യപ്രകാശത്തിന് എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന സെല്ലാണ്. സൂര്യപ്രകാശത്തിന് എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന ഈ സെല്ലിന് എപ്പോഴും എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ? ഉള്ളിലേക്ക് നിൽക്കുന്ന സെൽസ് കുറച്ചും കൂടി തണുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഇവിടെ ആയിരിക്കും എന്തിരിക്കുന്നത്? സ്റ്റൊമേറ്റ ഇരിക്കുന്നത്. അപ്പൊ ആ സ്റ്റൊമേറ്റ തുറക്കുമ്പോൾ ഈ സ്റ്റൊമേറ്റ തുറന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നതിന് വരും ഓക്സിജനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാവശ്യമില്ലാതെ വെള്ളം അതിൽ കൂടെ ലൂസായി പോയിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ വെള്ളം ഒരു കാരണവശാലും വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഒരു ഫോട്ടോ റെസ്പിറേഷൻ ആക്ടിവിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഒരു ഓക്സിജനൈസ് ആക്ടിവിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജനൈസ് എൻസൈം തന്നെ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അന്തരീക്ഷമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന മീസോഫിൽ സെൽസിന്റെ ഉള്ളിലുള്ളത് ആകെ PEP കേസും ആയതുകൊണ്ട് അവിടെ ഇന്ന് അബ്സോർബ് ചെയ്യുന്ന ഓൾവേസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ട് അത് ഓക്സാലോഅസെറ്റിക് ആസിഡിൽ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അവിടെ ഒരു വേസ്റ്റ് പ്രോസസ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. പിന്നെ ഈ ഓക്സാലോഅസെറ്റിക് ആസിഡ് അതിന്റെ ഉള്ളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങോട്ടേക്ക് വിടും? നെക്സ്റ്റ് സെല്ല്, ദാറ്റ് ഈസ് ബണ്ടിൽ ഷീറ്റ് സെല്ല്. ഇത് മീസോഫിൽ സെല്ല്, ദിസ് ഈസ് ബണ്ടിൽ ഷീറ്റ് സെൽ. ഈ ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് വിടുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ ആരാ ഇരിക്കുന്നത്? RuBPയും റുബിസ്കോ ആണ് ഇരിക്കുന്നത്. ഈ RuBPക്കും റുബിസ്കോയ്ക്കും എപ്പോഴെങ്കിലും ഓക്സിജനെ കാണാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ഓക്സിജൻ എടുക്കുന്നില്ല, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവർക്ക് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ഇല്ലേനും. അപ്പൊ എന്താക്കി? ദ കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഇസ് റിലീസ്ഡ് ഇൻ ടു ദ ബണ്ടിൽ ഷീറ്റ് സെൽ alone will be in contact with Rubisco and RuBP. So there is no chance of oxygenation because of Rubisco. There only chance of carboxylation reaction that will help in combining carbon dioxide with RuBP, and it will form 3-phosphoglyceric acid, 2 molecules of 3-phosphoglyceric acid. Okay, അപ്പോൾ ഇവിടെ C4 സൈക്കിൾ ഇവിടെ നടന്നാലും അടുത്ത സ്റ്റെപ്പില് ഇതൊരു C3 കോമ്പൗണ്ടിൽ ഫിക്സ് ചെയ്യുന്നത് കൊണ്ടും ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ബയോസിന്തറ്റിക് പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് പറയാം the C4 cycle, after C4 cycle the C3 cycle will be occurred where the biosynthetic pathway or glucose formation will be seen. ഇതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ആക്സെപ്റ്റേഴ്സ് രണ്ടെണ്ണം ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് C3 plants the primary acceptor is RuBP. in the case of C4 plants the primary acceptor is PEP. ഓക്കെ, അപ്പൊ അത് മറന്നുപോകരുത്. ഇനി നമുക്ക് C3 സൈക്കിളും C4 സൈക്കിളും അടുത്ത സെഷനിൽ പഠിക്കാം. അതിനു മുമ്പ് നമ്മൾ ആ C3 സൈക്കിളിൽ, അതായത് ആ കാൽവിൻ സൈക്കിൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ദ C4 സൈക്കിൾ ഇൻ ഡീറ്റെയിൽ. ഓക്കെ.